ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇപ്പോൾ ഞാൻ ജിമ്മ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എൻ്റെ ജിമ്മിലോട്ട് 2 അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്, എൻ്റെ വർക്കൗട്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ അവരെയും വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ. എൻ്റെ വീട്ടിലോട്ട് 2 എന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം. എന്റെ ജിമ്മിലോട്ട് വന്ന 2 അതിഥികളെ കൊണ്ട് ഞാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഒരു ബിസിനസ്സിന് മറ്റേ കൊളാബിന് റിപ്ലൈ കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ ഓക്കെ എന്ന് കൊടുത്തു. അപ്പൊ ഇത് ഓക്കെ ശരിയല്ല എന്ന് പറഞ്ഞു. ഓക്കെ ജെൻസി എന്നിട്ട് ഒരു ഹാർട്ട് ഇട്ട് കൊടുത്തേക്ക്. ആർക്കത്? ആരാണ്? എന്ത് കൊളാബത്? ഞാൻ ആർക്ക് ഹാർട്ട് കൊടുക്കാറില്ല. നമ്മൾ ഭയങ്കര പൂക്കികളാണെന്ന്, അതല്ലേ സംഭവം. ഓക്കെ, ബിസിനസ് ഡീൽ അല്ല എന്നുള്ളതാണ്. മാത്രം അയക്കണ ഞാനാണ്. ഇപ്പൊ അവര് നോക്കുമ്പോ കാർത്തിക്കിന് എന്ത് പറ്റി? 2 മാറ്റങ്ങളാണ് ഞാൻ ഈ കാണുന്നത്. ഒന്ന് പുതിയ കണ്ണാടി, മെറ്റാ ഗ്ലാസ്. മെറ്റയാ? ഫോട്ടോ. ഓ എനിക്ക് വയ്യ. അവളുടെ മുടി പുതിയ കളർ. സൂക്ഷിച്ച് നോക്കേണ്ടി വരും. ഉണ്ട് കുറച്ച് കളറുണ്ട്. അപ്പൊ ഗൈസ്, യെസ്, ഐ മിസ്ഡ് യു ടു. അല്ല, എനിക്ക് മനസ്സിലായി നിന്റെ റുട്ടീൻ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും പിന്നെ ഡിസ്റ്റർബ് ചെയ്യാത്തത്. മറ്റേ രാത്രി നമ്മൾ തിന്നാൻ പോയി, പിന്നെ നിങ്ങൾ ഉറക്കാൻ ഡിസ്റ്റർബ് ആയി. പിന്നെ രാത്രി നമ്മളൊരു 10-11 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ രാവിലെ 5 എഴുന്നേക്കണ പാടാണ്. ഓ, മനസ്സിലായി. ബുദ്ധിമുട്ടില്ല. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ കുറച്ച് നാൾക്ക് ശേഷം ഒരു ഫുഡ് വ്ളോഗിന് പോവുകയാണ്. എന്തെങ്കിലും എന്തെന്ന് അതിന്റെ പേര്, എല്ലാ കൊച്ചിയിൽ നിന്നുണ്ട് ഒരു കടയുണ്ട്. അത് തുറന്നിട്ടുണ്ടോന്നൊന്നും അറിഞ്ഞൂടാ. ലെറ്റ്സ് സീ. നാളെ ഒരു ട്രിപ്പ് പോകണുണ്ടല്ലേ നിങ്ങൾ? അപ്പൊ ഓക്കെ. അപ്പം ഇവർ എങ്ങോട്ടാണ് പോണെന്നുള്ളത് ഒരു സന്തോഷ വാർത്ത. ഇവന്റെ വ്ളോഗ് ഇനിയും തുടങ്ങാൻ പോവുകയാണ്. കണ്ടിന്യൂസ് ആയിക്കോട്ടെ, അതോ വല്ലപ്പോഴും മറ്റേ ഒറ്റയ്ക്ക് സെറ്റപ്പ് ആണ്? അങ്ങനെ തന്നെ. അപ്പം ഡെയിലി വ്ളോഗ് എന്നുള്ളൊരു സംഭവം എന്നെ പോലെ തന്നെ. ഞാനൊന്ന് ഭാഗ്യം, എനിക്ക് കൊള്ളാം, കമ്പനി ഉണ്ട് ഗൈസ്. അപ്പം എന്തായാലും ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരാം ഗൈസ്. എന്നിട്ട് നേരെ എല്ലാ കൊച്ചിയിലോട്ട് പോവാം. അതിന് മുമ്പേ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് കുളിച്ച് റെഡി ആയിരിക്കുകയാണ്. അതിന് ഇവിടെ നേരെ എല്ലാ കൊച്ചിയിലോട്ട് പോകാം. പക്ഷേ അതിന് മുമ്പേ ഗൈസ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു സാധനം അയച്ചിട്ടുണ്ട്. ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം. ഇത് എന്താണെന്ന് നോക്കാം നമുക്ക്. അതുകൊണ്ട് ഇതാണ് എൻ്റെ അകത്തിരുന്ന സാധനം. ഒരു കൈ കൊണ്ട് ഇതെല്ലാം ചെയ്യണം എന്നുള്ളത് കൊണ്ട് കുറച്ച് പാടാണ് ഗൈസ്. വീണ്ടും പാക്കേജാ. അയ്യോ, അടുത്ത പാക്കേജും ഹാൻഡിൽ വിത്ത് കെയർ. അവിടെ ഗൈസ് എന്താണ് സാധനം നോക്കട്ടെ. ഒരുവിധം നമ്മൾ തുറന്നിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അകത്തുള്ളത് നോക്കട്ടെ. എന്താണ് ഇത്? ക്യാൻഡിൽസാ. നൈസ്, താങ്ക് യു. ഞാനല്ലേ താങ്ക്സ് പറയാനുള്ളത്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. സാറ്റ്സ പ്യുവർ സോയ് ക്യാൻഡിൽ. ഇത് നൈസ് കേട്ടാ. എല്ലാം പുറത്ത് ഇത് ആൾക്കാർ അറിഞ്ഞില്ലെങ്കിൽ ഇതെടുത്ത് തിന്നും. എന്തൊക്കെയാ സാധനം? കോഫി ബീൻസിൻ്റെയൊക്കെ സാധനം. ഓ, ഇത് നൈസ് കേട്ടാ. ഒരു ക്യാൻഡിലൂടെ ഉണ്ട് ഗൈസ്. ഓ, ഇത് സ്ട്രോബെറി സാറ്റ്സ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്യാൻഡിൽസ് അയച്ചു തന്ന സാറ്റ്സ ക്യാൻഡിൽസിനോട് ഒരു ബിഗ് താങ്ക് യു ഗൈസ്. ഇപ്പോൾ എന്തായാലും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. സ്ട്രോബെറി എനിക്ക് തോന്നുന്നത് എന്തോ കോഫിയുടെ മണമുള്ള സാധനമൊന്നും. അപ്പോൾ 2 ക്യൂട്ട് ക്യാൻഡിൽസാണ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സാറ്റ്സ ക്യാൻഡിൽസ്, മീൻസ് എ ലോട്ട്. ഇതേപോലത്തെ ക്യൂട്ട് ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചോളൂ ഗൈസ്. ഞാൻ റെഡിയാണ് ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ അറിയിക്കുന്നതായിരിക്കും. എന്നാലും എനിക്ക് തോന്നുന്നു ഈ കോഫിയുടെ നല്ല മണമായിരിക്കും. സ്ട്രോബെറി ഞാൻ കാർത്തിക്കിന് കൊടുക്കാം ഗൈസ്, അവർ കൊണ്ടുപോയി മണപ്പിക്കട്ടെ. ലെറ്റ്സ് സീ, ചോദിച്ചു നോക്കാം വേണോ. എന്തായാലും ഗൈസ് റെഡി ആയിട്ട് നമ്മൾ നേരെ പോവുകയാണ്. ഇവിടെ എല്ലാ കൊച്ചിയിലോ ഏതെങ്കിലും സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാന്നുള്ള പ്ലാനിലാണ്. എടാ, ഒരു സബ്സ്ക്രൈബർ അയച്ചതാ ക്യാൻഡിൽസ്. എടുത്തോ. എനിക്കൊരു കോഫിയുടെ കിട്ടി. എൻ്റെ ഒരു കോഫിയുടെ ഒരു സാധനം കിട്ടി. അതൊരു സ്ട്രോബെറി. പൊട്ടിച്ചോ. സെന്റഡ് ആയിരിക്കണം. നല്ല മണമായി അല്ലേ? യഥാർത്ഥ സ്ട്രോബെറിയുടെ മണമോ അല്ലേ? കടിച്ചു കഴിഞ്ഞാൽ മരിക്കും. എന്താണ് ഇത്? 2 എണ്ണം കൊള്ളാം കേട്ടാ. നൈസ്, ശരിയാണ് കേട്ടാ. ഇത് മണത്ത് കഴിഞ്ഞാൽ കടിച്ചു പോകും കേട്ടാ. ഒരുമാതിരി ഡെസേർട്ടൊക്കെ പോലെ. അറിഞ്ഞുകൂടാത്തവരെല്ലാം വിചാരിക്കും എന്തോ പുഡിങ് എന്ന് പറഞ്ഞിട്ട് ഇനി എടുത്തിട്ട് തോണ്ടി തിന്നു. കൊള്ളാം കേട്ടാ, നല്ല സാധനം. ട്രിവാൻഡ്രത്തുള്ള തീമാണ് കാർത്തിക് സൂര്യൻ. ട്രിവാൻഡ്രത്തുള്ളതാണ് ആണെങ്കിൽ അയച്ചു കൊടുത്തത്. ഇവൻ ഭയങ്കര സെന്റഡ് ക്യാൻഡിൽ ഭ്രാന്തനാണ്. ഷാസും ഭയങ്കര കത്തിക്കുമല്ലേ? അപ്പൊ നിനക്ക് ഉപയോഗം ഉണ്ടോ? ഞാൻ വെച്ചോ. ഞാൻ കാപ്പിയുടെ ക്യാൻഡിൽ ഞാനും കത്തിച്ച് വയ്ക്കാം ഗൈസ്. യൂസ് ടു ഇല്ല, പക്ഷെ എന്നാലും ഞാൻ ഉപയോഗിച്ച് നോക്കാം. കോഫി ക്യാൻഡിൽ ഞാൻ യൂസ് ചെയ്യും ഗൈസ്. ഇത് എനിക്ക് കോഫി ഇഷ്ടമുള്ളതുകൊണ്ട് നല്ല മണം കോഫിയുടെ.
സോ ഇതെൻ്റെ റൂമിൽ ഞാൻ കത്തിച്ച് വെക്കാം ഗൈസ്. റൂം മൊത്തം ഒരു കഫേര മണം വരട്ടെ. അത് ഞാൻ പിന്നെ ഏതെങ്കിലും വ്ളോഗിൽ കത്തിക്കുമ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ കാണിക്കാം. അപ്പോൾ ശരി, ടാറ്റ. നമ്മൾ എന്തായാലും പോയി കഴിച്ചിട്ട് വരാം. കുളിരുറങ്ങുന്ന കുരുന്നു നെഞ്ചത്ത് മണിപ്പതക്കം താമാനം. ഇതിന് കോപ്പിറൈറ്റ് അടിക്കൂ? വേണ്ട വേണ്ട, വല്ല പാട്ട് കേൾക്കണ്ട. എല്ലാം മാറ്റം. ഗൈസ്, നമ്മൾ വൈറ്റിലയിൽ ഇരിക്കുകയാണ്. ഉടനെ തന്നെ ഇവിടെ കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ വരും എന്നാണ് ഞാൻ കേട്ടത്. ഇവിടുത്തെ ട്രാഫിക് പരിഷ്കാരങ്ങൾ. ഗൈസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനത്തെ സ്റ്റോപ്പൊന്നും ഇല്ലാതെ അധികം ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും. യെസ്, ഇവിടെ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൊച്ചിയിൽ കുറച്ചൊരു ബോട്ടിൽ നെക്ക് ട്രാഫിക് ഉള്ളത്. അവിടെ പ്രത്യേകിച്ച് അങ്ങന്ന് കടവന്ത്രയിൽ അവിടെ കുറേ വെയിറ്റിംഗ് ടൈം ഉണ്ട്. അത് ഭയങ്കര ലോങ് ലൈനാണ് അവിടുത്തെ പരിപാടി. പിന്നെ ഇങ്ങോട്ടൊന്നും കുഴപ്പമില്ല, നമ്മളങ്ങോട്ടും വലിയ പ്രശ്നമല്ല. ഹബ്ബിലോട്ടൊന്നും വലിയ ട്രാഫിക് ഇല്ല. ആകെ ഈ തൃപ്പൂണിത്തുറയിലോട്ടുള്ള റോഡും തൃപ്പൂണിത്തുറയിൽ നിന്ന് കടവന്ത്രയിലോട്ടുള്ള റോഡുമാണ് ആ കൂടെ അവരെന്തെങ്കിലും ചെയ്യാനുള്ളത്. അപ്പം എന്തോ പ്ലാൻ അവർ പദ്ധതി ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് മെറ്റീരിയലൈസസ് സൂൺ. അപ്പോൾ എന്തായാലും നമ്മൾ പത്തടി പാലത്തിലോട്ടാണ് പോകുന്നത് ഗൈസ്. അവിടെയാണ് ഇല റെസ്റ്റോറൻറ്റ്. ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും പത്തടി പാലം എന്ന് പേര് വന്നത്? എന്തായിരിക്കും നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ, അത് പറയും ആദ്യം. അവിടെ ഏതെങ്കിലും ഒരു മാർക്ക് കാണും. അവിടെ നിന്ന് 10 അടി നടന്ന പാലം എത്തുമായിരുന്നു. എനിക്കും തോന്നി, ഞാനും അതാണ് പറയാൻ വന്നത്. എനിക്കും തോന്നി. അല്ലെങ്കിൽ അവിടെ ഏതോ ഇതിനെ 10 അടി ആ പാലത്തിൽ കയറുന്നവർക്കൊക്കെ 10 അടി കിട്ടുമെന്നാണ് അവര് പറഞ്ഞത്. അതായത് 10 അടി വീതിയുള്ള പാലമാണെന്നാണ്. അതായിരിക്കും. ഇവളെന്തൊരു ബാക്കിയിരുന്നോണ്ട് കൃഷിയാ അതെന്തോന്നു എന്താ? ഓ, ക്രോഷേ. ഓക്കെ ഓക്കെ. ശരി ഗൈസ്, നമ്മൾ ഇല കൊച്ചി പോയി നോക്കട്ടെ. നല്ല തിരക്ക് കാണാൻ ചാൻസ് ഉണ്ട്. സീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കയറി ഫുഡ് അടിക്കും. നല്ല പൊരിച്ച സാധനങ്ങളൊക്കെ നല്ലതെന്നാണ് ഞാൻ കേട്ടത്. ലെറ്റ് സീ ഗൈസ്, പോയിട്ട് നോക്കാം. ഇതിൽ ബാറ്ററി വളരെ കുറവാണ്, പടപടാന്ന് തീരുന്നുണ്ട്. അവിടെ പോയി ചോറ് തിന്നുന്ന ഷോട്ട് എടുത്തിട്ട് നമ്മൾ നിർത്തും. ഒന്നുമില്ല, ഇത് തീർന്ന ഐഫോണിൽ എടുക്കും. ഐഫോണിൽ. പക്ഷേ ഞാൻ ഇത് കുത്താനുള്ള സാധനം നോക്കാം ഗൈസ്, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. എല്ലാ കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ വഴി കൂടെ നമ്മൾ പോയാൽ ഇവിടെ ഒന്ന് എത്തും. ഇതാണ് എല്ലാ കൊച്ചി. എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങോട്ട് കയറ്റിക്കണം. അപ്പോൾ എന്തായാലും കയറിയിട്ട് വരാം ഗൈസ്. എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട്. നല്ല തിരക്കുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി നൈസ്. ഗൈസ്, ഇതാണ് എല്ലാ കൊച്ചി. കൊള്ളാം കേട്ടോ, നല്ല കുഞ്ഞു കട. എന്തായാലും കയറി സീറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. വെൽക്കം സാർ ടു ന്യൂ ഹാങ് ഔട്ട് സ്പോട്ട്. കൊള്ളാൻ തോന്നുന്നു. നല്ല മണം, മീനിൻ്റെ ഒക്കെ മണം അടിക്കുന്നുണ്ട്. എന്തായാലും ഗൈസ് കയറി നോക്കിയിട്ട് വരാം എന്താണ് സംഭവം എന്നുള്ളത്. മുതലാളി അനീഷ് അല്ലേ? എത്ര നാളായി തുടങ്ങിയിട്ട്? 2 വർഷമായല്ലേ? ആ, ഇവരെയും കൊണ്ട് വന്ന് ഇവർക്ക് ഊണ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ ഇവിടെ തന്നെ വന്നേക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് സീറ്റ് കിട്ടുമ്പോൾ വരാം ഗൈസ്. ആ, നീ കഴിച്ചോ ഉപ്പ്? നിങ്ങൾ 2 പേരും കഴിച്ചോ ഗൈസ്? ഇവിടെ വന്നിരുന്നു ഉപ്പൊക്കെ തിന്നുന്നു 2 പേരും. എടി, അത് കറിക്ക് ഉപ്പില്ലെങ്കിൽ ഇടാനുള്ള ഉപ്പാണ്. എനിക്ക് ചുമ്മാ തിന്നെ ഉപ്പ്. പക്ഷെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും കഴിക്കുന്നില്ല. നീ ഞാൻ അനോമലിയാണോ? നീ അനോമലിയാണ്. ഇത് അവരുടെ ഇൻഡോർ സീറ്റിംഗ് ഏരിയ ആണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പൊ തുടങ്ങിയാണോ? പുതുതായിട്ട് തുടങ്ങിയാണ്. നല്ല ആംബിയൻസ്. ഇത് തെറിച്ചൊക്കെ വരുന്നത്. ABCD ക്ലാസ് വേണമെന്നല്ലേ പറഞ്ഞത്? ഓ മൈ ഗോഡ്, ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതെ, വല്ലാണ്ട് ദാഹിക്കുന്നു. ശരിയാണ്, ഉപ്പ് വന്നാൽ വെള്ളം കുടിക്കേണ്ടി വരും കേട്ടോ. ഫോട്ടോ ഇവന് ആ മെറ്റാ ക്ലാസ് കിട്ടിയതോടുകൂടി ഭയങ്കര ഷോയാണ് ഗൈസ്. എന്തായാലും ഇതിൽ 10% ഉള്ളു ഗൈസ് ബാറ്ററി. ഞാൻ അപ്പൊ ചോറ് വന്നിട്ട് വരാം. നമ്മൾ ഐഫോണിലോട്ട് ബാക്ക് ഇൻ ആക്ഷൻ. തിരിച്ച് ഐഫോണിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അവിടെ മറ്റേ ക്യാമറ ഗിഫ്റ്റ് കിട്ടിയ മെറ്റ കിട്ടിയ ഒരുത്തന്റെ ആക്രാന്തം കണ്ട് ആ അവിടെ രണ്ടെണ്ണവും ഭയങ്കര അലമ്പാണ് കേട്ടോ. നാളെ ട്രിപ്പ് പോണതോടുകൂടി ഞങ്ങൾക്ക് ഇലയിൽ വന്നിട്ട് ഇല കിട്ടിയില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. വരും വലിയൊരു ഇല തന്നെ കൊണ്ടുവരും. അപ്പോൾ ഗൈസ്, നമ്മൾ ചോറും ബിരിയാണി കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞായിരുന്നു ബീഫ് ബിരിയാണി. പിന്നെ കുറച്ച് പ്രോൺസ് പറഞ്ഞിട്ടുണ്ട്. കാളാഞ്ചിയുടെ ഒരു തവയും പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് വന്നതിന് ശേഷം കാണാം. ഇലയിൽ വന്നിട്ട് ഇലയിലുള്ളൊരു മീനിനെ കണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ടു ബിഗ്. ഓ, ഇത് ഏകദേശം 700 grams എന്നാണ് കേസ്. ഒന്ന് കാളാഞ്ചി. 200 ഗ്രാം ഞാൻ കഴിക്കും. ഓ മൈ ഗോഡ്, അലർജി. ഇപ്പൊ പരീക്ഷ നോക്കാം. പരീക്ഷ ഒരു ട്രിപ്പ് വരുന്നത് റിസ്ക് എടുക്കാൻ വയ്യോ?
ഇരിക്കട്ടെ. കപ്പ കഴിക്കോ? കപ്പ കഴിക്കാറ് എടാ എൻ്റെ മൈക്ക് എടുത്ത് കപ്പയിനകത്ത് ഇടല്ലോ കേട്ടാ. മൈക്ക് നമ്മുടെ സൈഡ് കറികൾ വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം. ഞാൻ കപ്പ വെക്കണ്ട. ഐ ലവ് കപ്പ. ഇഷ്ടമാണല്ലേ? ഇതെന്താ വെച്ചാൽ നാരങ്ങ നെല്ലിക്ക മീനിരിക്കുന്നു. നോക്കിയേ നിങ്ങളവിടെ കൊതിയിട്ടോളൂ. വാവോ നല്ല മസാലയാണെന്ന് തോന്നുന്നു. പ്രോൺസ് ഞാനും വർഷം മാത്രമേ കഴിക്കുന്നുള്ളൂ. എൻ്റെ ബിരിയാണി വരുന്നുണ്ട് ഗൈസ്. ബിരിയാണി ടേസ്റ്റ് ചെയ്തതിന് ശേഷം ചോറിലോട്ട് കടക്കാം. ലെറ്റ്സ് ട്രൈ ദ ബിരിയാണി ഫസ്റ്റ്. ഗൈസ് ലുക്ക് അറ്റ് ദ പ്രോൺസ്. വാവ് ഇവിടെ ഫേമസ് പ്രോൺസ് എന്നാണ് ഞാൻ കേട്ടത് ഗൈസ്. വാവ് കാളാഞ്ചി. ഓ കുറച്ച് സൈഡ് വെച്ചാൽ ടേസ്റ്റ് ടെസ്റ്റ് ബൈ കാപ്പിക് സീനാണോ? സീൻ ഐറ്റം. പ്രോൺസ് കിടില്ല കേട്ടോ. പ്രോൺസ് എനിക്ക് ഭയങ്കര മസാല ഭയങ്കര ഇഷ്ടമാണ്. മീനിന്റെ മസാല. ഓ പാവം കാർത്തികിനെ കഴിക്കാല്ലേ. എടാ എന്നാ വാദം ലെറ്റ്സ് ട്രൈ ദ പ്രോൺസ് വിത്ത് സം ചോറ്. എടുക്കുന്നു. എങ്ങനെയുണ്ട് ഈ മീന്? ഓ പാട്ട് ഇതിന്റെ അകത്ത് കോപ്പി റൈറ്റ്. എങ്ങനെ ഇഷ്ടപ്പെട്ട? ഓ അടിപൊളിയാട്ടോ നല്ലത്. ഞാൻ ഈ മീൻ കൂടെ അടിപൊളി. കാളാഞ്ചി. ഓ വാവ്. ബിരിയാണി കുറച്ച് മീനെടുക്കുന്നു. ബിരിയാണി ചുരുക്കാതി സാധനം. കഴിച്ചാ? സൂപ്പർ ബിരിയാണി. ഓഹോ ഒന്നും കൊള്ളാം. ഇഷ്ടപ്പെട്ടു. ബിരിയാണി അടിപൊളി ബിരിയാണി. അല്ല ഹായ്. ഇതെന്താ ബിരിയാണി ഇല്ലേ? നമ്മളില്ല, സ്പെഷ്യലായിട്ട് ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ഓ ഇത് കാർത്തിക് വരുന്നുണ്ടെന്ന് മാത്രമാണ് ബിരിയാണി. എനിക്ക് വയ്യ. ഓ എന്തൊക്കെയാണ്. ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല സോഫ്റ്റ് മീറ്റൊക്കെയാണ്. അധികം ഫിഷ് അടിപൊളി. അല്ലേ? കുഴപ്പമില്ല. നല്ല ബിരിയാണി ഇഷ്ടപ്പെട്ടാടാ. സെർവേണില്ല നമ്മള് ശരിക്കും ബിരിയാണി ഉണ്ടാക്കിയത് മാത്രം. അവരുണ്ടാക്കി തിന്നാൻ വേണ്ടി ഉണ്ടാക്കി. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഉണ്ടാക്കി തരും. അത് മതി. വീണ്ടും ഇത് കഴിക്കണമെന്ന് തോന്നിയാൽ വരണമല്ലോ. കൊള്ളാം കേട്ടോ. നല്ല ടേസ്റ്റ്. നല്ല റൈസ് വേണ്ട. ഇത് മൊത്തം തീർക്കാനാണ്. റൈസ് കഴിച്ചിട്ട് തരാം. റൈസ് ഇതിൻ്റെ മസാല നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സൈഡ് മൊത്തം തീർന്നാണ് അതുകൊണ്ടിരിക്കുന്നു കൾപ്രിറ്റ്. റൈസ് നമുക്കിതിൻ്റെ ചോറിൽ ഈ കാളാഞ്ചിയുടെ മസാല ഇങ്ങനെ കുഴച്ച് വലിയ മീനല്ലേ? ചെറിയ ഉള്ളി തന്നെ മസാല. മറിച്ചിട്ടോ നമുക്ക് ഈ മീനിനെ രണ്ടായിട്ട് മുറിച്ച് വെച്ചു. ഒറ്റയടിക്ക് 2 കഷ്ണമാക്കി. ഓ വാട്ട് എ സ്കിൽ. നമ്മളെ കഴിഞ്ഞിട്ടേ ഉള്ളതിനൊക്കെ. കപ്പ കഴിച്ചു കൊടുക്കാം. കുറച്ച് കപ്പയും പ്രോൺസും. ഈ കപ്പയാണ്. നല്ല കപ്പ. നൈസ്. ഈ വാല് ഞാൻ എടുത്തോളാം. നാരങ്ങ അല്ല നെല്ലിക്ക. ഇത് എനിക്ക് ഓ നല്ല സോഫ്റ്റ് ഫിഷ് കഴിച്ച് നല്ല നല്ല പഞ്ഞി പോലത്തെ മീൻ. അപ്പം അതും കുറച്ച് നാരങ്ങയുടെ അല്ല ഈ നെല്ലിക്കയുടെ അച്ചാറും കുറച്ച് പുളിശ്ശേരിയും കൂടെ ഇടാം. എന്നിട്ട് ഓ സൂപ്പറല്ലേ? നൈസ് കേട്ടോ. നല്ല ഫുഡ്. അതായത് ബിരിയാണി കൊള്ളാം. സീസൺ നല്ലതാണ്. നല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. നമുക്കിന്ന് ഭാഗ്യമുള്ളതുകൊണ്ട് കിട്ടി. എന്നാലും കഴിച്ചിട്ടില്ല. നല്ല ഫുഡ്. കടലപ്പായസം. കടലപ്പായസമാണ് പരിപ്പ് പായസമാണ്. പരിപ്പ് വെച്ച് നമുക്ക് കടല. ഡെസേർട്ടിന് വരും പായസം. നല്ല നെയ്യ്. കൊള്ളാൻ നല്ല ടേസ്റ്റ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. മാഡം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ കൊച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല നല്ല ടേസ്റ്റ് മീന്. സൂപ്പർ അല്ലേ? പിന്നെ ഇതിന്റെ ഫൗണ്ടറെ പരിചയപ്പെട്ട് അപ്പോൾ ഇതിന്റെ സ്റ്റോറിയൊക്കെ കേട്ടപ്പോഴത്തേക്കും കൊള്ളാം. നല്ല ഹാർഡ് വർക്ക് ചെയ്താണ് അവരിതുവരെ എത്തിയത്. പിന്നെ നല്ല ഫുഡ്, നല്ല മസാല. ആ മീനിൽ പുരട്ടിയേക്കണ മസാല സൂപ്പർ. പിന്നെ ബിരിയാണി ഇവിടെ കിട്ടാത്ത സാധനമാണെങ്കിലും ബിരിയാണി കൊള്ളാം. ആ പുള്ളി പറഞ്ഞത് ശരിയാണ് കേട്ടോ. ലേശം ഉപ്പ് കൂടുതലുണ്ടായിരുന്നു. പറഞ്ഞു. ഇതാരെ ഇന്റർവ്യൂവർ? പുതിയ കുട്ടിയാണ്. ഓ കോൾ മീ വർഷ. എന്ത് പ്രശ്നം ആവുന്നുണ്ട്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു. ഞാൻ മെറ്റാക്ലാസ് വെച്ച് കുത്തിക്കൂടും. അങ്ങനെ കൊള്ളായിരുന്നല്ലേ? നല്ല ഫുഡായിരുന്നു. ഉറക്കത്തിൽ ഞാൻ പൊട്ടിച്ച് കളയുമെന്ന്. ആ ഇനിയിപ്പോ രണ്ടെണ്ണം കൂടെ അവിടെ റേഞ്ചേഴ്സിനെ തൊടാമോന്ന്? ഇല്ല അതൊന്നും തൊട്ടുകൂടാ. നമ്മളെ പ്രൊഫഷണലിസം മാറുമ്പോ ഇത് കൂടെ കൃത്യക്കുന്നത്.
അപ്പോൾ ഗൈസ് നമ്മൾ നല്ല ഫുഡായിരുന്നു ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബിരിയാണി അവർ ഉണ്ടാക്കുന്ന സാധനമല്ല ഇവിടെ. നോർമലി അവർ ചെയ്യുന്നതല്ല, ഇത് ഇടയ്ക്ക് ഉണ്ടാക്കിയപ്പം ഇന്ന് കുറച്ച് ഉപ്പ് കൂടി പോയി. അവർ ആദ്യം പറഞ്ഞു ടേസ്റ്റി ആയിരുന്നു. പക്ഷെ കൊള്ളാം കേട്ടോ. ഒരുപാട് കഴിച്ച് വരുമ്പോൾ ചെറിയ നമുക്കൊരു ഫീൽ അടിക്കും, ഉപ്പ് കുറച്ച് കൂടി പോയെന്ന്. പക്ഷെ ഇവര് കുറെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച മസാല എന്നല്ലേ പറഞ്ഞത്. ഇതിൻ്റെ അതാ ഈ ഫിഷിൻ്റെ ഫിഷിന്റെ മസാല. റൈസ്. പക്ഷേ നല്ല ഓവറല്ല, ഓവർ മസാലയുടെ സെറ്റപ്പ്. ചെറിയ ഉള്ളി ഇപ്പോഴത്തെ ട്രെൻഡാണ് എല്ലായിടത്തും. ചെറിയ ഉള്ളി ഈസ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫിഷ് ഫ്രൈയുടെ, എസ്പെഷ്യലി തവ ഫ്രൈ. ചെറിയ ഉള്ളി കണ്ടില്ലേ നീ? അതൊക്കെ ഞാൻ പറക്കി തിന്നുന്നുണ്ടായിരുന്നു. ആ ഒരു സൈഡ് ആദ്യം പോയില്ലേ, അതിൻ്റെ കൂടെ പാതി ചെറിയ ഉള്ളിയും പോയി അവിടെ. അപ്പോൾ എന്തായാലും ഗൈസ് നല്ല ഫുഡായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ദ എല്ലാ ടീം. പുള്ളി നല്ല പാഷനേറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഓണറാണ്. അപ്പോൾ ഇവർ കോയമ്പത്തൂർ തുടങ്ങുന്നുണ്ട് പുതിയ ഔട്ട്ലെറ്റ്. സോ കോയമ്പത്തൂരുള്ളവർ ചെക്ക് ഇറ്റ് ഔട്ട്. മിൽക്ക് കേക്ക് നമ്മുടെ ബില്ല് ഗൈസ്, ബില്ല് വാങ്ങിക്കാത്ത മുതലാളി അങ്ങനെയാണ്. ഏകദേശം ഈ റേറ്റ് വരും. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ആന മീനായിരുന്നു ഗൈസ്. ആ സൈസ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. നൈസ് ഫുഡ്, അടിപൊളി. ഓൾ ദ ബെസ്റ്റ് കോയമ്പത്തൂർ പരിപാടി. നിങ്ങളെ ഫുൾ ടീം ആ ബാക്കിൽ അയ്യോ എല്ലാവരും ഉണ്ട് ഗൈസ്. അപ്പം പേരൊക്കെ ബ്രോയുടെ പേര് നദീം അല്ലേ? സദ്ദാം പവർ പേര് സെയിം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും മിൽക്ക് കേക്ക് എണ്ണ വെച്ചാൽ ഞാൻ പിന്നെ റിവ്യൂ ഇട്ടോളാം. അതിൻ്റെ മിൽക്ക് സോളിഡ് ഷുഗർ കൗ ഗീ പശുവിൻ്റെ നെയ്യൊക്കെ വെച്ചാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല ഫുഡായിരുന്നു ഗൈസ്. ഒരാകെ കൂടെ ഒരു ബില്ല് വാങ്ങിച്ചില്ല എന്നുള്ളൊരു ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം എന്തായാലും ഷാസ് വന്നതിന് ശേഷം ഒന്നുകൂടെ വരാം. പ്രോൺസ് ഒരു രക്ഷയില്ലായിരുന്നു അല്ലേ, അടിപൊളിയായിരുന്നു പ്രോൺസ്. നല്ല മസാലയാണ് ഗൈസ്. ഒരുപാട് ദൂരത്തൊന്നും പോകണ്ട, നല്ല സീ ഫുഡ് കഴിക്കാൻ ഇവിടെ തന്നെ വന്നാൽ മതി ഗൈസ്. നല്ല ടേസ്റ്റ്. പാർക്കിംഗ് കുറച്ച് ടൈറ്റാണ് അല്ലേ? പാർക്കിംഗ് കുറച്ച് സെറ്റാണ്, പക്ഷേ വന്നപ്പോഴേക്കും അവരത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും പത്തടി പാലത്താണ്, മെട്രോ കഴിഞ്ഞിട്ട് നേരെ വരുമ്പം ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ചെറിയ വഴിയുണ്ട്, അതിൻ്റെ അകത്താണ് ഈ സാധനം. അപ്പം എന്തായാലും ഗൈസ് വെരി ഗുഡ് ഹോസ്പിറ്റാലിറ്റി, ഒരു രക്ഷയില്ല. സ്നേഹമുള്ള മുതലാളിമാർ, സമ്മതിക്കുന്നില്ല കാശ് കൊടുക്കാൻ. അപ്പോൾ എന്തായാലും ഇവർക്ക് ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നമ്മൾ ഇലാ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് വിത്ത് കാർത്തിക് സൂര്യ ആൻഡ് വർഷ ബി. കോൾ മീ വർഷ. അയ്യോ കോൾ മീ വർഷ ഇസ് ഹിയർ. അതെ സ്റ്റെപ്പടേ. ഇതെന്താണ് മീൻ കഴിച്ച് വെട്ടായോ? ഓ വണ്ടി ഇങ്ങനെ വന്നാ തനിയെ. അങ്ങനെ കഴിച്ച് നമ്മൾ ഇവരുടെ ഇലാ കൊച്ചിയുടെ കടയിൽ നിന്ന് കിട്ടിയ മിൽക്ക് കേക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അത് നെയ്യാണത്, ഫുള്ള് പശുവിൻ്റെ നെയ്യാണ്, ഒറിജിനൽ പശു നെയ്യ്. ഓ മൈ ഗോഡ്, നീ നോക്കണ്ട, ഞാനിത് നോക്കിയിട്ട് ആദ്യം എങ്ങനെയാ നോക്കട്ടെ. ഓ ചിറ്റ് അമ്മേ, ഇതെന്താ പൊടിഞ്ഞൊക്കെ. കോൾമി വർഷ എടുക്ക്, 2 കൈയും ഫ്രീ അല്ലേ നിന്റെ? നല്ല പേടയുടെ ടേസ്റ്റ് ചേട്ടാ. പേട വലിയ മധുരമില്ല, പക്ഷെ നല്ല നെയ്യിന്റെ ടേസ്റ്റ്. നല്ല പശു നെയ്യാണ്. നല്ല ടേസ്റ്റ് ചേട്ടാ, അഡിക്റ്റീവ്. ആണോണ്ടാ മൊത്തം തിന്നു ഞാൻ. അതെടുത്തിട്ട് പാതിയാകും, അത് അവൻ പാതി അവനോട്. ആ പിന്നല്ല, അവൻ കഴിയും, അവൻ ഇഷ്ടപ്പെട്ടു. കഴിച്ച സാധനം കൊള്ളാം. മിൽക്ക് കേക്ക് നല്ല ടേസ്റ്റ്, ഭയങ്കര സോഫ്റ്റ്. കുറേ നാളെ ഈ പേട പോലത്തെ സാധനമൊക്കെ കഴിച്ചിട്ട് നമ്മളെ ലോക്കൽ കുസീനിലോട്ട് തിരിച്ചു പോകാൻ. ഓ നൈസ്. ഓ നല്ല നെയ്യ് വെച്ചുണ്ടാക്കി കേട്ടാ, പ്രോപ്പർ സാധനം. ഇപ്പം ഇലാ കൊച്ചിയിൽ കഴിക്കാൻ പോകുന്നവർ ആ മിൽക്ക് കേക്ക് മിസ് ചെയ്യരുത്. ആ മിൽക്ക് കേക്ക് ഫാൻ ആണെന്നുണ്ടെങ്കിൽ യു വിൽ ലവ് ഇറ്റ് ഗൈസ്, റിയലി ഗുഡ്. അപ്പോൾ എന്തായാലും വീട്ടിൽ തരണം ഗൈസ്. ബൈ. അങ്ങനെ നാളെ യാത്ര പോകുന്ന വർഷയ്ക്കും കാർത്തിക്കിനും ടാറ്റാ അപ്പോൾ അല്ല, ഹാവ് എ സേഫ് ട്രിപ്പ്. അപ്പോൾ നീ വേണമെങ്കിൽ പുഷ് അടിച്ചു പുഷ്. അപ്പോൾ ശരി ഗൈസ്, ഞാനും പുഷ് അടിക്കുന്നു. അപ്പോൾ ശരി, കാണാം. അവരിനി തിരിച്ചു വേണം. തിരിച്ചു വേണമെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കുകയായി. ഓക്കെ ഗൈസ്, ബൈ.